She's coming. Please sit down. Sit down. Hello. Please go. Ashi. I say please go. Ashi. Ashi. I say you get out! Ashi. Please leave me alone. Mr. Jain. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഗീതേ, അയാൾ ഇത്ര കട്ട്രോട്ടായിരിക്കുമെന്ന് ഞാനും കരുതിയില്ല. He has really cheated me. ആ റാസ്കലിന്റെ മുഖത്ത് നോക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പിന്നീട് അയാളെ ഞാൻ നേരിൽ കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലടേ. അതാ ഞാനൊന്ന് പൊട്ടിത്തെറിച്ചത്. ശരി, ഇത് നിന്റെ ഡാഡിയോട് പറഞ്ഞാലെന്താ? ഗീതേ, അമ്മയില്ലല്ലോ എന്ന് ഇപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അമ്മയുണ്ടായിരുന്നെങ്കിൽ മനസ്സിലുള്ളത് തുറന്നു പറയാമായിരുന്നു. ഡാഡിയോട് ഇതൊക്കെ എങ്ങനെ പറയടേ? നോക്ക്, ഒന്ന് സമാധാനമായിരിക്കും. ഞാൻ സാറിനോട് എല്ലാം പറയും. കരയാതെ, പ്ലീസ് കരയാതെ. എന്താ ഗീത, അവൾ എന്ത് പറയുന്നു? ഒന്നുമില്ല. അയാളുടെ സ്വഭാവം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ആളത്ര നല്ലല്ല. അതാ അവൾ ഇമോഷണൽ ആയത്. എന്തായാലും എന്താ, ഇവൻ അവളുടെ അച്ഛനല്ലേ? അച്ഛനോട് പറഞ്ഞുകൂടെ? വീട് അന്വേഷിച്ച് വരുന്നവരെ അവമാനിക്കാമോ? ഇല്ല സാർ, അയാൾ നല്ലവനാണെന്ന് ആശ തന്നെ പറഞ്ഞിരുന്നു. സാർ എതിരൊന്നും പറയാതെ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോൾ അയാൾ മോശമാണെന്ന് അവൾ എങ്ങനെ പറയും? അവൻ എന്ത് ചെയ്തെന്നാണ്? അയാൾ ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ട്. She has conceived. ആശയുടെ ആക്സിഡന്റിന് കാരണം തന്നെ അതാണ്. ആശയെ നിങ്ങൾക്കറിയാത്തതല്ലോ. ഒരു കുഞ്ഞിന്റെ മനസ്സാണ് അവൾക്ക്. കുറച്ചുനാൾ അവളെ അവളുടെ ഇഷ്ടത്തിന് വിടുന്നത് നന്നായിരിക്കും. സഹമന്ത്രി അവർകളെ, അറിവ്, സംസ്കാരം, പെരുമാറ്റം, ഇതിനൊക്കെ പേര് കേട്ടതാണ് ഈ നാട്. എന്നാൽ ഈ കോലം അലങ്കോളം. പിന്നെ ഈ ബനിയനും പാന്റും എല്ലാം നിങ്ങൾ ഇട്ടാൽ ഞങ്ങൾ പിന്നെ എന്തിടും? എല്ലാം അഴിച്ചു മാറ്റണം. മാറ്റി തുണ്ടും കൊണ്ടുവിട്ടു വാ, അല്ലെങ്കിൽ പിച്ചിപ്പിടും. പോ, നിൽക്കേ, വാ. സഹമന്ത്രി അവർകളെ, ജീവിതയാത്ര കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതുകൊണ്ട് ചെരുപ്പ് ആവശ്യം തന്നെയാണ്. എന്നാൽ ഇത് നോക്കൂ. എന്താ പിന്നെ, എന്താണത്? ചെരുപ്പോ സ്റ്റൂളോ? ഇതെല്ലാം അഴിച്ചു മാറ്റി ഭഗവാൻ കൊടുത്ത അളവോട് വാ, പോ, നിൽക്ക്. സഹമന്ത്രി അവർകളെ, ദൈവം പെണ്ണിന് മുടി എന്തിനു കൊടുത്തു? ഭംഗിയായി ചീക്കെട്ടാൻ. എന്നാൽ ഇത് അഴിച്ചു വിട്ടിരിക്കുന്നു. അഴിച്ചു വിട്ടതിനെ പിടിച്ചു കെട്ടണം. അഴിച്ചു വിട്ടാൽ പിശാച്. പിശാചേ, നീ പോ, നിൽക്ക്. നീ പ്രൊഫസറോ സ്റ്റുഡന്റോ? ഇവരുടെ കഴിഞ്ഞ ഭരണം എങ്ങനെയിരുന്നു? അവിടെ നോക്ക്, അങ്ങനെ ഇരുന്നു. കർണാടകക്കാരി ചൂൾ സുന്ദരി, ഇവിടെ വാ. നിങ്ങളല്ലേ ഈ സംഘത്തിലെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും? ഭരണത്തിൽ ഇരുന്നപ്പോ ഞങ്ങളൊക്കെ വിറപ്പിച്ചില്ലേ? ഇപ്പൊ പോയവരോട് മാപ്പ് ചോദിക്കേ. പൊക്കോടി, പൊക്കോ, പൊക്കോ. ഹലോ 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 മൈ സ്വീറ്റ് ഡാർലിംഗ്, ഹൗ ആർ യു? അങ്ങനെ കട്ട് ചെയ്തല്ലോ.
പിണങ്ങിയാണെന്ന് വിചാരിച്ചല്ലേ ഞാൻ കുറച്ച് ഗ്യാപ്പ് കൊടുത്തത്. ഇനിയും പിണക്കം മാറിയില്ലെങ്കിൽ എങ്ങനെ? മുഴുവൻ കെട്ടിട്ട് കട്ട് ചെയ്യ. 50 പൈസ കളഞ്ഞതാണ്. എന്തൊക്കെയായാലും ഞാൻ നിന്റെ കാണുന്നില്ല. ആ ലൈനിലുണ്ടല്ലോ. വെരി ഗുഡ്. ആ അല്ല, അന്വേഷിച്ച് വീട്ടിൽ വന്നവരെ ഇങ്ങനെ അപമാനിക്കണമായിരുന്നു. നിന്നെ കൊല്ലണമായിരുന്നു. എടാ, ഒരു പെണ്ണിനെ പെരുവഴിയിലാക്കിയിട്ട് എന്നെയും വഞ്ചിക്കാൻ നോക്കുന്നു. ഓഹോ, എന്റെ പഴയ കഥയെല്ലാം നീ അറിഞ്ഞു? അതാ മോൾക്ക് ഇത്ര കോപം. അത് പറ. ഇതൊക്കെ സാധാരണമല്ലേ? ഫോൺ വെക്കടാ. ഞാനൊന്ന് പോയെങ്കിലും നിന്റെ അഹങ്കാരം പോയിട്ടില്ല. കൊള്ളാം. കുറയില്ലടാ, നിന്നോട് പകരം വീട്ടാതെ കുറയില്ല. കാലൊടിഞ്ഞ നിന്നെ ഞാനല്ലാതെ മറ്റൊരുത്തം കെട്ടാൻ വരില്ല. അത് നീ മനസ്സിലായിക്കോ. ചാലഞ്ച്. എണ്ണിക്കൊണ്ട് 10 ദിവസത്തിനകം എന്റെ കല്യാണം നടക്കും. അത് നമുക്ക് കാണാം. നീ കാണുവടാ. ഡാഡി, എന്താ മോളെ? വരൂ. എനിക്ക് ഉടനെ കല്യാണം വേണം. കല്യാണം? യെസ് ഡാഡി. എന്തായി പറയുന്നത്? എന്നെ വഞ്ചിച്ച ആ റാസ്കൽ ചോദിക്കുകയാണ്, നീ ഒരു ഞൊണ്ടിയല്ലേ, നിന്നെ ആര് കെട്ടുമെന്ന്. ഞാനും വിട്ടുകൊടുത്തില്ല. 10 ദിവസത്തിനുള്ളിൽ എന്റെ കല്യാണം നടക്കുമെന്ന് ചാലഞ്ച് ചെയ്തു. മനുഷ്യന് ജീവിതത്തിൽ നിരാശ വന്നാൽ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ എങ്ങനെയും ജീവിക്കാൻ ശ്രമിക്കും. നിന്റെ മകൾ കുറച്ച് ബോൾഡാണ്. ജീവിക്കാമെന്ന് വെച്ചു, അതിലെന്താ തെറ്റ്? അത് ശരിയാണ്. പക്ഷേ പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകാനാ? നോ ഡൗട്ട്, ഒരു കാലത്ത് അവളെ മരുമകളാക്കാൻ വേണ്ടി വലിയ ലക്ഷാധിപതികൾ വരെ തയ്യാറുണ്ടായി. ഇന്ന് അവളുടെ സ്ഥിതി എന്താ? ഇന്നൊരുത്തൻ അവളെ കല്യാണം ചെയ്യാൻ വന്നാൽ തീർച്ചയായും അത് പണത്തിന് വേണ്ടിയായിരിക്കും. അവനിൽ നിന്ന് യഥാർത്ഥ സ്നേഹം എങ്ങനെ പ്രതീക്ഷിക്കും? ഇപ്പോ നിന്റെ മകൾക്ക് നല്ലൊരു പയ്യന് വേണം, അല്ലേ? അതെ. ജാതിയോ പണമോ നിനക്ക് പ്രശ്നമല്ല, അല്ലേ? ഒരിക്കലുമില്ല. അപ്പോ പ്രസാദിനെ തന്നെ നിന്റെ മരുമകനാക്കിയാൽ എന്താ? ആ ഉദ്ദേശത്തോടെയാണ് എന്റെ കമ്പനിയുടെ എല്ലാ ചുമതലയും ഞാൻ അവനെ തന്നെ ഏൽപ്പിച്ചത്. പക്ഷേ എന്റെ മകൾ മറ്റൊരുത്തിന് ആഗ്രഹിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ അടക്കുകയാണുണ്ടായത്. ഈ ചുറ്റുപാടിൽ നീ എന്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും? നോ, നെവർ. നീ വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യും, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. നീ എന്തിനാ വിഷമിക്കുന്നത്? പ്രസാദിനോട് പറഞ്ഞ് നിന്റെ മകളെ വിവാഹം കഴിപ്പിക്കണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. എന്റെ വരുംകാല നാത്തൂനെ, മംഗളം മംഗളം. നിനക്ക് വയറു നിറയെ ആശംസകൾ. ചേട്ടാ, പകുതിയുണ്ട്, വേണോ? ഇപ്പൊ ഇതിനും മധുരം കൂടും. പിന്നെ ചേട്ടാ, വരണം സാർ. നിങ്ങൾ അകത്തേക്ക് വരാതെ പുറത്തു തന്നെ നിന്നത് ഞങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. കണ്ടോടി ഇതിന്റെ മുതലാളി കാണിച്ച പണി. ഇത് നിങ്ങളുടെ വീടാണ്. അകത്തു വരാൻ എന്തിനു മടിക്കണം? ഇരിക്കണം. നിങ്ങൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പാർവതി. എന്റെ മകൾ കാലോടെ ഇരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിൽ വന്ന് എന്റെ മകളെ തന്നെ നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കണമെന്ന് അടിച്ചു പറയുമായിരുന്നു. പക്ഷേ ഇപ്പൊ വികലാംഗയായ എന്റെ മകളെ നിങ്ങളുടെ മകൻ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാണെന്ന് പറയില്ല. ഇപ്പോഴും നിങ്ങളുടെ മകനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാൻ എനിക്ക് ഒട്ടും തന്നെ മനസ്സ് വരുന്നു. എന്താ ഇതെല്ലാം? എന്റെ ഏട്ടന് പെണ്ണ് ചോദിക്കാൻ വന്നതാ. അമ്മേ, ഞാനും ഗീതയും എന്താണിത്? തേഞ്ഞു പോയി റെക്കോർഡ് പോലെ ഞാനും ഗീത. അമ്മേ, എന്റെ ചേട്ടന് അമ്മയുടെ മോളെ കല്യാണം ചെയ്യണമെന്ന് ആശ. മോക്കും ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സ്വീറ്റ്സ് എടുക്കണം, ബോക്സ് തിരിച്ചു കൊടുക്കണം. ഇവൾ പറയുന്നത് സത്യമാണ്. അതെ അമ്മേ. എടുക്കമ്മേ. ഇവിടെ കത്തുന്ന വിളക്ക് കൊളുത്തു വെച്ചത് നിങ്ങളാണ്. ഇനി നിങ്ങളുടെ മകളാണ് എന്റെ മരുമകൾ. പാർവതി.